അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഓരോ ഫർദ് നമസ്കാരങ്ങളുമായി ബന്ധപ്പെടുത്തി റവാത്തിബ് നമസ്കാരങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ലുഹർ, മഗ്രിബ്, ഇഷ, സുബഹി ഈ നമസ്കാരങ്ങളിലാണ് റവാത്തിബ് നമസ്കാരങ്ങൾ. ഈ ഫർദ് നമസ്കാരങ്ങളുമായി ബന്ധപ്പെട്ടാണ് റവാത്തിബ് നമസ്കാരങ്ങൾ വരിക. അസർ നമസ്കാരവുമായി ബന്ധപ്പെടുത്തി പ്രത്യേകിച്ച് റവാത്തിബ് നമസ്കാരങ്ങൾ പരാമർശിക്കുന്നില്ല. അപ്പോൾ ഈ റവാത്തിബ് നമസ്കാരങ്ങൾ പിന്തിപ്പിച്ച് താമസിപ്പിച്ച് നിർവഹിക്കാമോ? അതല്ല ഓരോ നമസ്കാരങ്ങൾക്കും നിശ്ചയിക്കപ്പെട്ട വഖത്തിന്റെ ഉള്ളിൽ നിശ്ചയിക്കപ്പെട്ട സമയത്ത് തന്നെ ഇതൊക്കെ നിർവഹിക്കേണ്ടതുണ്ടോ എന്ന് പലപ്പോഴും പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇവിടെ മനസ്സിലാക്കേണ്ടത്, റവാത്തിബ് നമസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് സുന്നത്തായി, മുസ്തഹബായി, പ്രധാനപ്പെട്ടൊരു സുന്നത്തായി പഠിപ്പിച്ചൊരു കർമ്മമാണ്. ഈ കർമ്മം അതിൻ്റെതായ സമയപരിധിക്കുള്ളിൽ തന്നെ നിർവഹിക്കലാണ് ഉത്തമം. ഇപ്പോൾ ലുഹർ നമസ്കാരം കഴിഞ്ഞ് ലുഹറിൻ്റെ സമയം കഴിയുന്നതിന് മുമ്പ് അത് നിർവഹിക്കാം. പക്ഷെ അസറിൻ്റെ സമയമായാൽ അത് നിർവഹിക്കേണ്ടതില്ല. കാരണം അസറിൻ്റെ സമയത്തല്ല ലുഹറിൻ്റെ റവാത്തിബ് നമസ്കരിക്കേണ്ടത്, ലുഹറിൻ്റെ സമയത്താണ്. പള്ളിയിൽ നമസ്കരിക്കണോ വീട്ടിൽ നമസ്കരിക്കണോ എന്ന് ചോദിച്ചാൽ വീട്ടിൽ സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിക്കലാണ് ഏറ്റവും നല്ലത്. ഹദീസുകളിൽ കാണാൻ കഴിയും. അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന, ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഖളാ അഹദുക്കും സ്വലാത്തഹു ഫിൽ മസ്ജിദ്, പള്ളിയിലെ നമസ്കാരം കഴിഞ്ഞാൽ അഥവാ നിർബന്ധ നമസ്കാരം പൂർത്തിയായാൽ, ഫലയജ്അൽ ലി ബൈതിഹി നസീബൻ മിന സ്വലാത്തിഹി, അവന്റെ നിസ്കാരത്തിന്റെ ഒരു ഓഹരി അവന്റെ വീട്ടിലേക്ക് നീ വെക്കണം. ഇന്നല്ലാഹ ജാഇലുൻ ഫീ ബൈതിഹി മിൻ സ്വലാത്തിഹി ഖൈറൻ, അവൻ വീട്ടിൽ നമസ്കരിക്കുന്നത് കൊണ്ട് അവന്റെ വീട്ടിൽ അല്ലാഹു ഖൈർ നിശ്ചയിച്ചിട്ടുണ്ടാകും എന്ന് ഹദീസിൽ കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ സുന്നത്ത് നമസ്കാരങ്ങൾ വീടുകളിൽ നിർവഹിക്കൽ നല്ലതാണ്. പള്ളികളിൽ ഫർദ് നമസ്കാരവും സുന്നത്ത് നമസ്കാരം വീടുകളിലുമാണ് പ്രവാചകൻ പ്രോത്സാഹിപ്പിക്കുന്നത്. ഇനി ഒരാളെ സംബന്ധിച്ചിടത്തോളം ഫർദായ ലുഹർ നമസ്കാരം പള്ളിയിൽ നമസ്കരിച്ചു, എന്നിട്ട് വീട്ടിൽ വന്ന് റവാത്തിബ് നമസ്കരിച്ചാൽ അത് നല്ല കാര്യമാണ്. പക്ഷേ റവാത്തിബ് നമസ്കാരം അതിൻ്റെതായ ലുഹറിന്റെ റവാത്തിബ് ലുഹറിന്റെ സമയത്തിന്റെ ഉള്ളിൽ, അത് നേരത്തെയാവാം താമസിച്ചാവാം, ആ സമയത്തിന്റെ ഉള്ളിൽ തന്നെ നിർവഹിക്കണം. മഗ്രിബിന്റെ റവാത്തിബ് ഇഷ കഴിഞ്ഞിട്ടല്ല നിർവഹിക്കേണ്ടത്, മഗ്രിബിന് നിശ്ചയിക്കപ്പെട്ട സമയത്തിന്റെ ഉള്ളിൽ തന്നെ നമസ്കരിക്കണം. ഇതാണ് ഈ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.